രാഹുൽ ഈശ്വർ, ഇവിടെ ഏത് രീതിയിലാണ് പ്രാപ്പിടിയം കൂട്ടന്മാരെ പോലെ പതിയിരുന്ന് സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന വേട്ട എന്നുള്ളത് എണ്ണി എണ്ണി ഹേമ കമ്മിറ്റി തെളിവടക്കം അതിൽ പറഞ്ഞതാണ്. മൊത്താർത്ഥത്തിൽ അത് പൂർണ്ണാർത്ഥത്തിൽ പുറത്തേക്ക് വന്നിട്ടില്ല, അത് വരികയുമില്ല, പോട്ടെ. അപ്പോൾ ആ കാലം കഴിയുന്നു. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അവിടെ പുരോഗമനം, ശ്വേതാമേനോൻ അധികാരത്തിലേക്ക് വരുന്നു, നല്ല കാര്യം. അവിടെ AMMA, ഞാൻ അതിന് അമ്മ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആർജവുള്ളൊരു പെൺകുട്ടി, അൻസിബ എന്നാണ് പേര്, അവിടുത്തെ നടത്തിയ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി. എന്താണ് ഈ ഫണ്ട് വാങ്ങുന്നത് അമ്മയുടെ ബൈലോ പ്രകാരം തന്നെ തെറ്റാണ് എന്ന് പറയുമ്പോഴേക്കും അടിച്ചു കൊടുത്ത ചാപ്പ എന്താണ്? ഈ പറയുന്ന ജിഹാദി, ഏതോ മതം മാറ്റം, വിഹിതമുണ്ടോ അവിഹിതമുണ്ടോ എന്നുള്ള അന്വേഷണം. നീനാക്കുറുപ്പ് അത് ശരിവെക്കുന്നു. ഉഷാ ഹസീന പറഞ്ഞു എന്നെയും വിളിച്ചു ജിഹാദി. എന്താണ് കാരണം? അവിടെ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളോട് റാൻ മൂട് നിൽക്കാതെ വ്യത്യസ്ത നിലപാട് സ്ത്രീകൾ പറഞ്ഞാൽ അടിച്ചമർത്തും. അപ്പോൾ AMMയ്ക്ക് ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല. അതിനകത്ത് ശ്വേത വന്നാലും ആര് വന്നാലും. രാഹുൽ ശ്രീ ഹാഷ്മി, നമ്മുടെ കേരളത്തിൽ ഇത്തരം സിനിമ കലാരംഗത്തെ ഏറ്റവും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന വോയിസിലൊന്നാണ് ശ്രീ മാലാ പാർവതി. മാഡം പറഞ്ഞ ഒരു വാക്ക് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. മുതിർന്ന ആരെങ്കിലും ചേർത്തിരുത്തി പോട്ടു പിള്ളാരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മാറ്റിവെക്ക് എന്ന് പറയാൻ കഴിയുമെങ്കിൽ ഈ പ്രശ്നം തീരും. ആ സ്വരമാണ് അമ്മയ്ക്ക് വേണ്ടത്. അത് AMMA അല്ല, അമ്മ തന്നെയാണ്. നമ്മുടെ മമ്മൂക്കയോ ലാലേട്ടനോ അടക്കമുള്ള മുതിർന്നവർ പോകുമ്പോൾ ഒരു കുടുംബത്തിൽ പോലും വഴക്കുണ്ടാകാറില്ലേ? ഇനി അമ്മ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബാക്കി സംഘടനകളുണ്ട്, അമ്മയുണ്ട്, മാ ഉണ്ട്, സിൻഡയുണ്ട്, നടികർ സംഘമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. 110 പേർക്ക് 5000 രൂപ വെച്ച് ഒരു വർഷം 60 ലക്ഷം രൂപയിലധികമാണ് പെർ ഇയർ ഇവർ ഈ കൈനീട്ടത്തിനടക്കം സ്പെൻഡ് ചെയ്യുന്നത്. 2020 പോലൊരു സിനിമ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിൽ ആൾക്കാർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ദിലീപ് ഏട്ടൻ്റെ നേതൃത്വത്തിൽ 2020 അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തെടുത്തത് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയുടെ കൂട്ടായ്മയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ വരും. മലയാളികളല്ലേ, മലയാളികളെ കുറിച്ച് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, 3 മലയാളി ഉണ്ടെങ്കിൽ 4 അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇപ്പം നേരത്തെ തന്നെ പറയുകയുണ്ടായി, ഒരു അമ്പലം 75 ലക്ഷം രൂപ സ്പോൺസർ ചെയ്താൽ എന്താ നഷ്ടം? ഈ ഏതെങ്കിലും രീതിയിൽ കലാകാരന്മാരെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനെതിരെ അഭിപ്രായമൊക്കെ ഉണ്ടാവാം. 75 ലക്ഷം രൂപ പോകുന്നു, ഒരു പ്രത്യേക ചാനൽ 1 കോടി രൂപ തരുന്നു. ക്ഷേത്രഭരണ പ്രകാരം തെറ്റാണ്, അമ്മയുടെ ബൈലോ പ്രകാരം തെറ്റാണ്. അത് അതിലേക്ക് പോകാൻ സാങ്കേതികമാണ്, പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. എന്തർത്ഥത്തിലാണ് കാര്യം? ഏതെങ്കിലും രീതിയിൽ അങ്ങനെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കോ മറ്റോ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇനി അത് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി 2 ശ്രീ ടിനി ടോമിനെ കുറിച്ച് പറയുന്നതാണ്. ശ്രീ ടിനി ടോമിനെ കുറിച്ച് ശ്രീ ജോയ് മാത്യു പറഞ്ഞതായിരിക്കും അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും ഉള്ള അഭിപ്രായം. ശ്രീ ടിനി ടോമിനെ വർഗീയവാദി എന്നൊന്നും വിളിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒരു മിമിക്രിക്കാരനാണ്, കലാകാരനാണ്. ശ്രീ ടിനി ടോമിൻ്റെ തന്നെ വാക്കുകൾ സൂചിപ്പിച്ചാൽ മമ്മൂട്ടിയും നാദിർഷയും ഒക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഞാൻ ഏതെങ്കിലും മുസ്ലിം സമുദായത്തിലെ ആൾക്കാരെ അങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? 2, ശ്രീ ടിനി ടോമിനോടടക്കം അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവർ പറയുന്നത് അദ്ദേഹം ഉദാഹരണം 16 ക്യാമറ ഒരാളെ വേട്ടയാടാൻ ഏതൊക്കെ വഴികൾ നോക്കാൻ നോക്കും, ആ വഴികളൊക്കെ നോക്കും. അപ്പൊ അതിന് വർഗീയവാദി ആവണമെന്നില്ല, അത് ആത്മാർത്ഥമായി ചെയ്യുന്നതുമാവില്ല. ഒരാളെ മ്യൂട്ട് ചെയ്യുക, ഒരാളെ വേട്ടയാടുക എന്ന ലക്ഷ്യമാണെങ്കിലോ? ഈ ജിഹാദി ചാപ്പ പോലെ തന്നെ മറ്റൊരു ചാപ്പയാണ് ഈ വർഗീയവാദ ചാപ്പ. അത് ശ്രീ ടിനി ടോം ആണെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ ആരും അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല. ഇനി അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവർ പറയുന്നത് ചില കറപ്ഷൻസിന്റെ കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചു എന്നും, ക്യാമറകളുടെ എണ്ണത്തിൽ ഒരുപാടധികം ക്യാമറകൾ, ഉദാഹരണം 16 ക്യാമറകളുടെ കണക്കേ ഉള്ളൂ, 32 ക്യാമറ. ഫെബ്രുവരിയിൽ നീനാക്കുറുപ്പ് കൊടുത്ത പരാതിയിൽ പറയുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിലാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന് മേൽ മതതീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളുടെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ എന്ന് പറഞ്ഞാൽ ബാക്കി ഉള്ള വൃത്തികേട് പറഞ്ഞത് മൊത്തം രേഖാമൂലം പരാതിയെ കൊടുത്തേക്കുക. അവിശ്വസിക്കാൻ രാഹുൽ പറയുന്ന കാരണം എന്താ? ഇപ്പൊ അല്ല, ഫെബ്രുവരി കൊടുത്ത പരാതിയാ, ഒരു നടപടി ഉണ്ടായിട്ടില്ല. സംഭവിച്ചതല്ലേ, ഇതുവരെ ഒരു ഔദ്യോഗിക പരാതിയും വന്നു. ഇനി 2 പാഞ്ഞെടുത്തു എന്നൊക്കെ പറയുന്നു. ഇതിന്റെ കാര്യം ഇതൊക്കെ വളരെ ലീഡിംഗ് ആണ്. പോട്ടെ, അത് ബഹുമാനത്തോടെ കാണുന്നു, എല്ലാ പരാതികളും ബഹുമാനത്തോടെ പറയണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അമ്മയുടെ ഉള്ളിൽ ആരെങ്കിലും സീനിയറായി നിന്ന് ഈ പ്രശ്നങ്ങൾ മാറി അമ്മ ഏറ്റവും നല്ല രീതിയിൽ കാണാനല്ലേ നമ്മൾ സാധാരണ മലയാളികൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ മലയാളികൾ സിനിമാ താരങ്ങളെ ആരാധനയും ആദരവോടെയാണ് കാണുന്നത്. അവർക്കിടയിൽ ഗ്രൂപ്പ് തർക്കങ്ങളും പ്രശ്നങ്ങളും കാണാം, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോയുടെ പ്രശ്നങ്ങൾ. ശ്രീമതി രഞ്ജിനി മാഡം പറഞ്ഞത് ആരെങ്കിലും മുതിർന്ന ഒരാൾ വിളിച്ചിരുത്തി പോട്ടെ, പഴയ കാര്യങ്ങൾ സംഘടനയിലെ പ്രശ്നങ്ങളെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. രാഹുൽ, നമ്മൾ സംഘടനയിലെ പ്രശ്നങ്ങളെ പറ്റിയല്ല പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിൽ ചർച്ചകളും വാഗ്വാദങ്ങളും വലിയ ബഹളങ്ങളും ഉണ്ടാവും. പക്ഷെ ഇമാതിരി നിലവാരം കിട്ട നെറുകെട്ട പണി ഉണ്ടാവോ വേറെ ഏതെങ്കിലും സംഘടനയിൽ? ഇതുപോലെ നെറുകെട്ട വൃത്തികെട്ട പണി കാണുമോ ഏതെങ്കിലും സംഘടന ചൂണ്ടിക്കാണിക്കാവോ? പ്രവർത്തകർ അമ്മയെ പരമാവധി ഇകഴ്ത്തി കാണിക്കാനും അമ്മയുടെ ഉള്ളിലെ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കാനും നോക്കുകയല്ലേ. ഇതിനെതിരെയല്ലേ സാക്ഷാൽ ലാലേട്ടൻ ശ്രീ മോഹൻലാൽ നേരിട്ട് വന്ന് മീഡിയക്കാരോട്, താങ്കളോടടക്കം ചോദിച്ചത്, ഇന്നലെ വരെ നമ്മൾ ഒന്നായിരുന്നില്ലേ, ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ അന്യരായി എന്ന്.
ഇങ്ങനെ മാധ്യമ സമ്മർദ്ദം കാരണമല്ലേ നേരത്തെ ശ്രീ സിദ്ദിഖ് അടക്കമുള്ളവർക്ക് രാജിവെച്ച് പുറത്തു കൊണ്ടി വന്നത്? അദ്ദേഹത്തിനെതിരെ ഒരു വ്യാജ പരാതി വന്നപ്പോൾ എന്റെ പൊന്നു സാറേ, സദാചാര വേട്ട നടത്തുക സഹപ്രവർത്തകർക്കെതിരെ മറ്റൊരു വിഷയം ഏത് സംഘടനയിലുള്ള പരിപാടിയാ? അവിടെയാണ് അല്ലല്ല, ഇതൊരു ആരോപണം മാത്രമല്ലേ. അങ്ങനെ ശ്രീ ടിനി ടോം ചെയ്യുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെയാണ് അമ്മയുടെ ഏതെങ്കിലും മുതിർന്ന ആൾക്കാരിൽ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലോ തർക്കങ്ങളുണ്ടെങ്കിലോ പരിഹരിക്കുന്ന ഒരു മോഡിൽ പോകുന്നതിനപ്പുറം ഇത് അമ്മയല്ല AMMA ആണ്, ഇത് മുഴുവൻ പാട്രിയാർക്കിയാണ്, ഇത് മുഴുവൻ മോശമാണെന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ മലയാള സിനിമയുടെ അഭിമാനമായ 2020 പോലൊരു കാര്യം ചെയ്തെടുക്കാൻ കഴിയുന്ന അമ്മയെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? ശ്രീമതി ശ്വേതാ മേനോൻ വന്നു, എല്ലാവരും ശ്വേതാ മേനോനെ സപ്പോർട്ട് ചെയ്യല്ലേ? ഹാഷ്മിയുടെ ചർച്ച ഞാനെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഭ്രാന്തൻ ശ്വേതാ മേനോനെതിരെ ഒരു വ്യാജ കേസ് കൊടുത്തതല്ലാതെ കേരള ജനതയിലെ 99.99% ആൾക്കാരും ശ്രീമതി ശ്വേതാ മേനോനെ സപ്പോർട്ട് ചെയ്തു. അവരുടെ ഇടയിൽ ചില റിഫ്റ്റുകൾ വരുന്നു, വാർത്തകൾ വരുന്നു. ശ്രീമതി കുക്കു പരമേശ്വരൻ, എല്ലാവരും വലിയ കലാകാരികളാണ് അല്ലെങ്കിൽ കലാകാരന്മാരാണ്. ഇവരുടെ ഇടയിൽ ആരെങ്കിലും സമവായം ഉണ്ടാക്കുന്നതിന് പകരം അമ്മ മുഴുവൻ മോശമാണ്, അമ്മയുടെ DNA മോശമാണ്, അമ്മയ്ക്ക് ഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അമ്മ പോലൊരു ഓർഗനൈസേഷൻ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അമ്മ ചെയ്തെടുത്ത അത്രയും കാര്യങ്ങൾ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ നടികർ സംഘത്തിനോ മായിക്കോ സിൻഡയ്ക്കോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ അമ്മയുടെ നല്ല അമ്മയെ കരിവാരിത്തേക്ക് അവർ അവസരമായി ഇത് ഉപയോഗിക്കുന്നത് കഷ്ടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.